നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 9 യാത്രക്കാരും ഒരു പൈലറ്റുമായി പോയിരുന്ന കാണാതായ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. കടൽ മഞ്ഞുപാളികളിൽ തകർന്നു വീണ നിലയിലാണ് വിമാനം കണ്ടെത്തിയിരിക്കുന്നത്. 2 ആഴ്ചക്കിടെ US-ൽ സംഭവിക്കുന്ന മൂന്നാമത്തെ മാരകമായിട്ടുള്ള വ്യോമയാന ദുരന്തമാണ് ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൽ നിന്ന് വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 6 വ്യാഴാഴ്ചയാണ് മോശം കാലാവസ്ഥയിലായിരുന്ന സാഹചര്യത്തിൽ ബെറിംഗ് എയർ കാരവാൻ എന്ന വിമാനം കാണാതാകുന്നത്. ഏറെ നേരത്തെ തിരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ അലക്സാസിലെ ഗ്രാമപ്രദേശത്ത് നിന്ന് കാണാതായിട്ടുള്ള യാത്രാ വിമാനം കടൽ മഞ്ഞുപാളികളിൽ തകർന്നു വീണ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 6-ന് 9 യാത്രക്കാരും ഒരു പൈലറ്റുമായിട്ട് ഉന്നല ക്ലിറ്റിൽ നിന്നാണ് നോമിലേക്കുള്ള യാത്ര എന്ന രീതിയിൽ ഈ വിമാനം തിരിക്കുന്നത്. വിമാനം യാത്രാമധ്യേ പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിയോടെയായിരുന്നു ബെറിംഗ് എയർ വിമാനം കാണാതാകുന്നത്. സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അലാസ്കയിലെ പൊതു സുരക്ഷാ വകുപ്പ് നടപടികൾ കൈക്കൊള്ളുകയായിരുന്നു. ഒരു US കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി 2 രക്ഷാ നീന്തൽക്കാരെ അടക്കമാണ് ഇറക്കിയതെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു അപകടം കൂടെ പുറത്തു വരുമ്പോൾ ഈ വർഷം മാത്രം US-ൽ 83 പേരാണ് വാണിജ്യ വ്യോമയാന അപകടങ്ങളിൽ മാത്രം മരിച്ചത് എന്ന കണക്കുകൾ കൂടെ പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ സാധാരണയായി കുറ്റമറ്റ സുരക്ഷാ റെക്കോർഡുള്ള രാജ്യമാണെങ്കിൽ പോലും വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ്, അതായത് ജനുവരി 29-ന് റൊണാൾഡ് റീഗൽ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിന് സമീപം അമേരിക്കൻ എയർലൈൻസ് ഗ്രൂപ്പ് ഇൻകോർപ്പറേറ്റഡിനു വേണ്ടി സർവീസ് നടത്തിയിരുന്ന ഒരു പ്രാദേശിക ജെറ്റ് വിമാനവും ഒരു സൈനിക ഹെലികോപ്റ്ററും ആകാശത്ത് കൂട്ടിയിടിച്ച് 67 പേരാണ് മരിച്ചിരുന്നത്. ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അമേരിക്കയ്ക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു അപകട റിപ്പോർട്ട് കൂടെ പുറത്തുവരുന്നത്. ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗിയായ ഒരു കുട്ടിയും മറ്റ് 5 പേരുമായി പോകാൻ തയ്യാറായിരുന്ന മറ്റൊരു വിമാനം ഫിലാഡൽഫിയയിൽ നിന്ന് പറന്നു വരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് തന്നെ തകർന്നു വീണ് മറ്റൊരു അപകടമുണ്ടാകുന്നത്. അതേസമയം 2024 അവസാനത്തോടെ US-ന് പുറത്ത് ദക്ഷിണ കൊറിയയിലും കസാക്കിസ്ഥാനിലും ഉണ്ടായിട്ടുള്ള 2 വലിയ അപകടങ്ങൾ 2018-ന് ശേഷമുള്ള ഏറ്റവും മാരകമായിട്ടുള്ള അപകടങ്ങളിൽ പെടുന്നുവെന്നും മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾക്കൊപ്പം തന്നെ ചേർത്ത് വെക്കുന്നുണ്ട്. എന്തായാലും തിരച്ചിലുകൾക്ക് ഒടുവിൽ കാണാതായിട്ടുള്ള വിമാനം കണ്ടെത്തിയിരിക്കുകയാണ്. 9 യാത്രക്കാരും ഒരു പൈലറ്റും ആണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട് എങ്കിലും ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 6 വ്യാഴാഴ്ചയാണ് മോശം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ബെറിംഗ് എയർ കാരവാൻ വിമാനം കാണാതാകുന്നത്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ അലാസ്കയിലെ ഗ്രാമപ്രദേശത്ത് നിന്ന് കാണാതായിട്ടുള്ള വിമാനം കടൽ മഞ്ഞുപാളികളിൽ തകർന്നു വീണ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപകടത്തിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.